പ്രത്യാശയുടെയും സഹനത്തിന്റെയും മനശ്ശുര സന്ദേശവുമായി ഈസ്റ്ററിനെ വരവേൽക്കാനായി ഒരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക കുർബാന നടക്കുകയാണ്. ജിബിൻ ജെബി ഉണ്ട്. ജിബിൻ, ഈസ്റ്ററിനായുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ്. ഇന്നിപ്പോൾ പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചിരിക്കുന്നു, കുർബാനകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പല പള്ളികളിലായി. ജിബിൻ ഇപ്പോൾ എവിടെയാണുള്ളത്? എന്താണ് നൽകാനാവുന്ന വിവരങ്ങൾ? എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. 50 ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്ററിലേക്ക്, ദുഃഖവെള്ളി ശിശു ഇപ്പോൾ ഈസ്റ്ററിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ലോകമെമ്പാടുമുള്ള പള്ളികളിൽ ഇപ്പോൾ പാതിരാ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ പാളയം കത്തീഡ്രൽ, ലാറ്റിൻ രൂപതയായിട്ടുള്ള പാളയം കത്തീഡ്രൽ ചർച്ചിലാണ് ഇപ്പോൾ ഈസ്റ്റർ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് യേശുവിന്റെ ഈ ഓർമ്മ പുതുക്കൊണ്ട് യേശു ക്രിസ്തു എങ്ങനെയാണോ ഇവരുടെ വിശ്വാസപ്രകാരം മരിച്ചതിന്റെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്, അതേ രീതിയിൽ തന്നെ ഇവർ ആ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി അതിലൊരു ക്രമീകരണം, ഒരു ദൃശ്യാവതരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നത് ആർച്ച് ബിഷപ്പായിട്ടുള്ള ഡോക്ടർ തോമസ് ടി നെറ്റോയുടെ നേതൃത്വത്തിലുള്ള കുർബാനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ ജ്ഞാനസ്നാനം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളായിരുന്നു ആദ്യം നടന്നത്. അതിനുശേഷം വചനപ്രഘോഷണം ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ 7 വായനകളാണ് പള്ളികളിലുള്ളത്. ഇതിനിടയിലാണ് 5ാമത്തെ വായനയ്ക്ക് ശേഷമാണ് ഈ ഉയർപ്പിന്റെ രൂപം ഇവിടെ കൊണ്ട് വയ്ക്കുന്നത്. അതിനുശേഷം മറ്റ് 2 വായനകൾക്ക് കൂടി ശേഷമായിരിക്കും കുർബാനയിലേക്ക് കിടക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ അല്പസമയം മുൻപാണ് പട്ടത്തുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ, മലങ്കര കത്തീഡ്രൽ ദേവാലയത്തിലും ഈസ്റ്റർ ആഘോഷം നടന്നത്. അവിടെ കർദിനാൾമാർ ക്ലിമിസ് പാവയുടെ നേതൃത്വത്തിലായിരുന്നു അവിടെയും ആഘോഷ പരിപാടികൾ നടന്നത്. പക്ഷേ ക്ലിമിസ് പാവയുടെ ഒരു പ്രസംഗം അവിടെ ഉണ്ടായിരുന്നു. ഇനി കാത്തിരിക്കുന്നത് ഡോക്ടർ തോമസ് ടി നെറ്റോ ബിഷപ്പിന്റെ പ്രസംഗത്തിനായാണ് ഇനി കാത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ദുഃഖവെള്ളി ദിനത്തിലും അദ്ദേഹം സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പ്രസംഗമായിരുന്നു ദുഃഖവെള്ളി ദിവസവും നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ പുതിയ സന്ദേശവുമായി അദ്ദേഹം എന്ത് സന്ദേശമാണ് സമൂഹത്തിന് മുന്നിൽ, വിശ്വാസ സമൂഹത്തിന് മുന്നിൽ അദ്ദേഹം വയ്ക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇനി ജനങ്ങൾ ഈ ഇടവകയിൽ കൂടിയിരിക്കുന്ന ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് ഈ ലൂർദ് പള്ളി, തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരു ഈസ്റ്റർ ആഘോഷമുള്ള പ്രധാന ദേവാലയമാണ് ലൂർദ് പള്ളി. ലൂർദ് പള്ളിയിലും ആലഞ്ചേരി പിതാവിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു സാമൂഹിക ഐക്യം കൂടി തുറന്നു കാട്ടുന്ന തരത്തിലുള്ള ഒരു സംഗമം കൂടി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ശാന്തിഗിരി ആശ്രമത്തിൽ നിന്നുള്ള പ്രതിനിധികളും പാളയം പള്ളിയുടെ മൗലവിയും അതുപോലെയുള്ള മറ്റ് വിവിധ സംഘടനകളിൽ നിന്നുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് പിതാവിന്റെ 80ാം ജന്മദിനത്തിന്റെ ആഘോഷം ഈസ്റ്റർ സംഗമം അവിടെ ഒരുക്കിയിരുന്നു. അവിടെയും ലൂർദ് പള്ളിയിൽ നാളെ രാവിലെയാണ് പ്രധാനമായി ഈസ്റ്റർ ചടങ്ങുകൾ നടക്കുക. പാളയം LMS പള്ളിയിലും, സീസയുടെ LMS പള്ളിയിൽ നാളെ പകലായിരിക്കും, നാളെ വെളുപ്പിന് 5:30 ആയിരിക്കും അവിടെയും ഈ ഈസ്റ്റർ കുർബാന ആഘോഷിക്കുക. എന്തായാലും ഇപ്പോൾ ഡോക്ടർ ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഈ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജിബിൻ, പീഡാനുഭവ വാരത്തിന് പരിസമാപ്തി കൂടിയാവുകയാണ് ഈസ്റ്റർ ദിനം കടന്നെത്തുന്നതിലൂടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാത്തിരിപ്പിന്റെയും സഹനത്തിന്റെയും ഒക്കെ ഓർമ്മ പുതുക്കുന്നൊരു ദിനം കൂടിയാണ്. അങ്ങയോടുകൂടെ ദൈവമായി യേശു വാഴ്ത്താൻ അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേൾക്കുകയും പ്രിയ സഹോദരരെ, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ഞാൻ ക്രൈസ്തവ സഭകളിൽ ഏറ്റവും പ്രധാനമായി ലത്തീൻ സഭകളിൽ 47 ദിവസമാണ് ഈ വ്രതാനുഷ്ഠാനമുള്ളത്. അതിനുശേഷമാണ് ദുഃഖവെള്ളി. പിന്നീട് 3 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മകളുമായി അതിന്റെ അനുസ്മരണത്തിന്റെ ഭാഗമായി ഈസ്റ്റർ ആഘോഷം കൊണ്ടാടുന്നത്. പക്ഷെ മറ്റ് ക്രൈസ്തവ സഭകളിൽ, കേരളത്തിൽ തന്നെയുള്ള മറ്റ് ക്രൈസ്തവ സഭകളിൽ, പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് പോലെയുള്ള സഭകളിൽ 50 ദിവസത്തെ നോമ്പാണ് ആചരിക്കുന്നത്. അതിനുശേഷമാണ് അവർ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടക്കുന്നത്. ഈ 50 ദിവസത്തെ നോമ്പ് ആഘോഷിച്ചാണ് നേരത്തെ മലങ്കര സഭയുടെ കർദിനാൾ മാർ ക്ലിമീസ് കാത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലായിരുന്നു
മലങ്കര പള്ളിയിലെ ഈസ്റ്റർ ആഘോഷങ്ങൾ നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ 10:00 കൂടി പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഈസ്റ്റർ കുർബാന ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈസ്റ്റർ കുർബാന ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഈ ദേവാലയത്തിന്റെ മുൻപിൽ മെഴുകുതിരികളുമായി ദേവാലയത്തിലെ മുഴുവൻ പ്രകാശവും ആദ്യം അണയ്ക്കും. അതിനുശേഷമായിരിക്കും ഈ വൈദികൻ ദേവാലയത്തിന് മുന്നിലേക്ക് എത്തുകയും വൈദികൻ കൊണ്ടുവരുന്ന മെഴുകുതിരിയിൽ നിന്ന് മറ്റ് ഇടവക വിശ്വാസികൾ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് അവരുടെ ഈ ജ്ഞാനസ്നാനത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് അവർ ദേവാലയത്തിനുള്ളിലേക്ക് കയറുന്നത്. ദേവാലയത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് വൈദികന്റെ നിർദ്ദേശപ്രകാരം ഓരോ ഘട്ടം ഘട്ടമായി ഈ മെഴുകുതിരി കത്തിക്കുന്നതിനനുസരിച്ച് ദേവാലയത്തിലെ വിളക്കുകൾ കത്തുന്ന ആ ഒരു രീതിയാണ് ഈസ്റ്റർ കുർബാനയുടെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീടാണ് വൈദികൻ ബലിപീഠത്തിലേക്ക് പ്രവേശിക്കുകയും ദിവ്യകാരുണ്യ കുർബാന ആരംഭിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വചന പ്രഘോഷണത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ഈസ്റ്റർ ദിവസമായതുകൊണ്ട് തന്നെ പുനരുദ്ധാനത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ 7 വായനകളാണ് ഈ ദിവസം പ്രധാനമായിട്ടുള്ളത്. അതിൽ നേരത്തെ പറയുന്നതുപോലെ 5 വായനകൾ കഴിഞ്ഞതിന് ശേഷമാണ് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ട് ആ ഒരു ദൃശ്യാവിഷ്കാരം ഇവിടെയുള്ളത്. ആ സമയത്ത് വൈദികൻ ആശീർവദിച്ചു വെച്ച ഉയർത്തെഴുന്നേൽക്കുന്ന യേശുക്രിസ്തുവിന്റെ രൂപം ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും പിന്നീടാണ് മറ്റു 2 വായനകളും ഉള്ളത്. ആ വായനകൾക്ക് ശേഷമാണ് മുഖ്യ കാർമ്മികനായിട്ടുള്ള ഡോക്ടർ തോമസ് ജെ നെറ്റോ പിതാവിന്റെ പ്രസംഗം എന്ന് പറയുന്നത്. നേരത്തെ പറയുന്ന പോലെ കഴിഞ്ഞ ദുഃഖവെള്ളി ദിനത്തിൽ സമൂഹത്തിൽ നടക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നടക്കുന്ന വിവിധ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ ഭാഗമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുഃഖവെള്ളി ദിനത്തിലും അദ്ദേഹം പല വിഷയങ്ങളും കൊണ്ടുവരികയും അതിന്മേലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം ഈ ഈസ്റ്റർ ദിനത്തിൽ എന്ത് സന്ദേശമാകും ഈ ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഇടവക വിശ്വാസികളുടെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുക. കാരണം ഇടവക വിശ്വാസികളുടെ മുന്നിൽ മാത്രമല്ല, ഡോക്ടർ തോമസ് ജെ നെറ്റോ എന്ന് പറയുന്ന അദ്ദേഹം ആർച്ച് ബിഷപ്പ് കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് കത്തോലിക്ക സഭ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇന്ന് ഏത് വിഷയം തിരഞ്ഞെടുക്കും ഈ പ്രസംഗത്തിനുള്ളതെന്നും എന്ത് ആശയമായിരിക്കും പുറം ലോകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതുമാണ് ആകാംക്ഷയോടെ ഈ ഇടവക വിശ്വാസികളും കാത്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗവും ആരംഭിക്കും. പിന്നീട് ഇനി തിരുവനന്തപുരത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി പ്രധാനമായിട്ട് നാളെ രാവിലെ ഈ ഈസ്റ്റർ കുർബാനയുള്ള പ്രധാന ദേവാലയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലൂർദ് ഫെറോന ദേവാലയമാണ്. അവിടെ നാളെ രാവിലെ 5:30 ഈസ്റ്റർ കുർബാന. മറ്റൊന്ന് LMS പള്ളിയാണ്. അവിടെ നാളെ രാവിലെ 5:30 കൂടിയായിരിക്കും ഈ ഈസ്റ്റർ കുർബാന എന്ന് പറയുന്നത്. ലൂർദ് പള്ളിയിൽ മറ്റൊരു പ്രധാന ചടങ്ങ് കൂടി ഈസ്റ്ററിന്റെ ഭാഗമായി ഇന്ന് നടക്കുകയുണ്ടായി. കാരണം ഈസ്റ്ററിന്റെ കുർബാന പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയിലെ പ്രധാനപ്പെട്ട ഒരു പദമേലധ്യക്ഷനാണ് ആലഞ്ചേരി പിതാവ്. അപ്പോൾ ആലഞ്ചേരി പിതാവിന്റെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കാത്തിരുന്ന ഒരു ദിനമാണ് പീഡാനുഭവവാരത്തിന്റെ അന്ത്യത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മയിൽ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. പ്രത്യേക കുർബാനകളും പ്രാർത്ഥനകളും ഒക്കെ ആരംഭിച്ചിരിക്കുന്നു.